റേഡിയൻ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ജോഗ്രഫിയുടെ 8ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് എലോങ് ദ കോസ്റ്റ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ഇതുവരെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ കോസ്റ്റൽ പ്ലെയിനിൻ്റെ ഇമ്പോർട്ടൻസ് പഠിച്ചു അല്ലേ? കോസ്റ്റൽ പ്ലെയിൻ എത്ര ദൂരമുണ്ട്, കോസ്റ്റൽ പ്ലെയിനിൽ എന്തുകൊണ്ട് ആൾക്കാർ അധികമായിട്ട് താമസിക്കുന്നതിൻ്റെ കാരണം നമ്മൾ പഠിച്ചു. കോസ്റ്റൽ പ്ലെയിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്നും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്നും. അതിൽ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഏത് മുതൽ ഏതുവരെയാണ്, ലെങ്ത് എത്രയാണ്, അതിൻ്റെ വിഡ്ത്ത് എത്രയാണ്, ഏതൊക്കെ സ്റ്റേറ്റിലൂടെ വരുന്നു, അതിന് നമ്മൾ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു അല്ലേ? എന്തിവിടമാണ് ഗുജറാത്ത് കോസ്റ്റ്, ഏതാണ് കൊങ്കൺ കോസ്റ്റ്, എന്താണ് മലബാർ കോസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. അപ്പം നമുക്ക് വെസ്റ്റേൺ കോസ്റ്റ് പഠിച്ച സ്ഥിതിക്ക് നമുക്കിനി പഠിക്കാനുള്ളത് ആരെ പറ്റിയിട്ടാണ്? അത് നമ്മുടെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ പറ്റിയാണ്. ആരെ പറ്റിയാണ്? ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെൽ ഐക്കൺ കൂടെ ഇനേബിൾ ചെയ്ത് വെച്ചാലേ നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പോൾ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ സൗത്ത് ഭാഗം ഈ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന ഭാഗം വരുന്നത്. ഇവിടെ ആയിട്ടാണ് എന്ത് വരുന്നത്, ഒഡീഷ എന്ന് പറയുന്ന സ്റ്റേറ്റും വരുന്നത് ആണല്ലോ. അപ്പോൾ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടെ വെസ്റ്റ് ബംഗാളിൻ്റെ തൊട്ട് താഴെ ഈ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഒഡീഷ സ്റ്റേറ്റിലൂടെ പോയിട്ട് ആന്ധ്രാപ്രദേശിലൂടെ പോയിട്ട് എവിടോട്ട് പോകുന്നു, തമിഴ്നാട് വരെ ചെന്ന് എവിടെ എത്തുന്നു, കന്യാകുമാരിയിലോട്ട് അവസാനിക്കുന്നു. അതായത് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത് എവിടെ മുതലാണ് ആരംഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാനദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ 1800 കിലോമീറ്റർ നീളവും കമ്പാരിറ്റീവ്ലി നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റിനേക്കാളും കുറച്ചുകൂടെ വൈഡർ ആയിട്ടുള്ള ഒരു കോസ്റ്റൽ പ്ലെയിൻ ആണ് എന്ത്, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അതായത് ഇതുവഴി ഒരു നദി ഒഴുകി വരുന്നുണ്ട്. ആ നദിയുടെ പേരാണ് എന്ത്, മഹാനദി. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ മുമ്പത്തെ ക്ലാസ്സിൽ. ഈ മഹാനദി ഇവിടെ കടലിലേക്ക് പതിക്കുന്ന ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ മഹാനദി ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. മഹാനദി ഡെൽറ്റ. അപ്പോൾ ഈ മഹാനദി ഡെൽറ്റയുടെ ഭാഗം തൊട്ട് ഇങ്ങ് അറ്റത്ത് എവിടെയാണ് നമ്മുടെ കന്യാകുമാരി വരെ ഏതാണ്ട് 1800 കിലോമീറ്റർ നീളത്തിലാണ് എന്ത് കാണപ്പെടുന്നത്, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ കാണപ്പെടുന്നത്. ഈ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ എവിടെ ഉണ്ടാകാൻ, അല്ലെങ്കിൽ ഈ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ നമ്മുടെ വെസ്റ്റിനേക്കാളും കുറച്ചുകൂടി വൈഡ് ആണെന്ന് പറയാൻ കാരണമുണ്ട്. മഹാനദി, അതുപോലെ ഗോദാവരി, കൃഷ്ണ, കാവേരി. ഓക്കെ, അതൊക്കെയാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികൾ കടലിൽ എവിടെയാണ്, നമ്മുടെ ബേ ഓഫ് ബംഗാൾ കടലിലേക്ക് ചേരുന്നത് ഈ ഭാഗത്താണ്. അപ്പോൾ ഈ പറയുന്ന നദികളുടെയൊക്കെ ഡെൽറ്റകൾ എവിടെയുണ്ട്, ഈ പറയുന്ന ഭാഗത്തുണ്ട്. നിങ്ങൾക്ക് ഡെൽറ്റ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമല്ലോ, ഒരു നദി ഒഴുകി അവസാനിക്കാറാകുമ്പോൾ എന്ത് ചെയ്യും, അത് ചെറിയ ചെറിയ സ്ട്രീമുകളായിട്ട് മാറുകയും അത് കൊണ്ടുവരുന്ന മണ്ണും മണലും പോലെയുള്ള കാര്യങ്ങൾ ഇതിന് നടുക്കായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയും ഭാവിയിൽ അതൊരു ട്രയാങ്കിൾ പോലത്തെ ഷേപ്പിൽ ഇങ്ങനെ അടിഞ്ഞുകൂടുകയും ചെയ്യുന്ന ഈ ലാൻഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ ഡെൽറ്റ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികളുടെ എന്ത് കാണാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ സഹായത്തോടെ അവരുടെ ഡെൽറ്റകൾ നമുക്ക് എന്താണ് ഈ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും. ഇനി ഈ പറയുന്ന ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിനെ നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന്, ഇവിടെ ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗത്ത് വെച്ചാണ് ഡിവിഷൻ നടക്കുന്നത്. ഒന്ന് നോർത്ത് സിർക്കാർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ നോർത്തേൺ സിർക്കാർ എന്ന് വിളിക്കും. താഴെയുള്ള ഭാഗത്തിന് കോറോമാൻഡൽ കോസ്റ്റ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും, നോർത്തേൺ സിർക്കാർ എന്നും കോറോമാൻഡൽ കോസ്റ്റ്. അപ്പോൾ നമുക്കറിയാലോ, നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കും പറയും, അതുപോലെ തന്നെ എന്താണ് നമ്മൾ PPT കൂടെ വെച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത്. സോ ഇന്നത്തെ 2ാമത്തെ ക്ലാസ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമുക്ക് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എവിടെ മുതൽ എവിടെയാണ് കാണപ്പെടുന്നത്, മഹാനദി ഡെൽറ്റയുടെ ഭാഗം തൊട്ട് കന്യാകുമാരി വരെ എത്ര ദൂരം, 1800 കിലോമീറ്റർ. ഡെപ്പോസിഷണൽ ആക്ടിവിറ്റീസ് കാരണം ഫോം ചെയ്തു. ഏതൊക്കെ നദിയുടെ, മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി നദികളുടെ ഡെപ്പോസിഷൻ കാരണമാണ് എന്താ ഇവ ഫോം ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു എമേർജ്ഡ് കോസ്റ്റ് ആണല്ലേ. നമ്മൾ പറഞ്ഞു വെസ്റ്റേൺ കോസ്റ്റ് ഒരു സബ്മേർജ്ഡ് കോസ്റ്റ് ആണെങ്കിൽ ഇതെന്താണ്, ഒരു എമേർജ്ഡ് ഉയർന്നു നിൽക്കുന്ന ഒരു കോസ്റ്റ് ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇവിടെയാണ് ആരുടെയൊക്കെ ഡെൽറ്റ ഉള്ളത്, മഹാനദിയുടെ,
ഗോദാവരിയുടെ, കൃഷ്ണയുടെ, കാവേരിയുടെ ഡെൽറ്റകൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടായി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു. ഒന്ന് നോർത്തേൺ സിർക്കാറും മറ്റൊന്ന് കോറോ മാൻഡൽ കോസ്റ്റ് എന്നും. ഈ മുകളിൽ കാണുന്നത് ഈ ഒരു ഭാഗമാണ് നോർത്തേൺ സിർക്കാർ, താഴെ വരുന്ന ഭാഗമാണെന്ത് കോറോ മാൻഡൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നോർത്തേൺ സിർക്കാറിനെ പറ്റിയാണ്. ഇവിടെ നിന്ന് ഒരു അല്പം കൂടെ മുകളിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത്രയും ഭാഗത്ത് വരുന്ന കോസ്റ്റൽ ഏരിയ ആണ് എന്താ നോർത്തേൺ സിർക്കാർ എന്ന് പറയുന്നത്. ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാനദി ഡെൽറ്റ മുതൽ കൃഷ്ണ നദിയുടെ ഡെൽറ്റ വരെ, അതായത് ഇവിടെ കാണുന്ന മഹാനദി മുതൽ ഈ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന കൃഷ്ണ നദിയുടെ ഡെൽറ്റ വരെ, ഇവിടെയാണ് കൃഷ്ണ നദി, ഇവിടെയാണ് മഹാനദി ഭാഗത്താണ് എന്ത് കാണുന്നത് നോർത്തേൺ സിർക്കാർ കാണുന്നത്. ഇതേ നോർത്തേൺ സിർക്കാറിൻ്റെ ഈ ഒരു ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? ഇതിനെ നമ്മൾ ഉത്കൽ എന്ന് വിളിക്കാറുണ്ട്. ഉത്കൽ നമ്മൾ ദേശീയ ഗീതം പാടുമ്പോഴത്തേക്കില്ലേ, പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉത്കല. ആ ഉത്കല എന്ന് പറയുന്ന ഏതാണ്? ഇവിടെയാണ്, ഒഡീഷയുടെ ഭാഗത്തിന് പണ്ടറിയപ്പെട്ടിരുന്ന പേരാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കും? ഉത്കൽ കോസ്റ്റ്, അല്ലെ എന്താണ് ഉത്കൽ പ്ലെയിൻസ് എന്ന് വിളിക്കാറുണ്ട് നോർത്ത് സിർക്കാറിൻ്റെ നോർത്തേൺ ഭാഗത്തിന്. ഓക്കെ, ഏതൊക്കെ സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും ഒക്കെയാണ് ഇത് കാണപ്പെടുന്നത്. ഒഡീഷയിൽ വിളിക്കുന്ന പേര് ഉത്കൽ കോസ്റ്റ് എന്നാണെങ്കിൽ ആന്ധ്രാപ്രദേശ് നമ്മൾ എന്ത് വിളിക്കും? ആന്ധ്രാ പ്ലെയിൻ എന്ന് വിളിക്കും. അപ്പോൾ നോർത്തേൺ അല്ലെങ്കിൽ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ നമ്മൾ എടുത്താൽ ഒഡീഷയുടെ ഭാഗത്ത് കാണുന്ന കോസ്റ്റൽ പ്ലെയിനെ ഉത്കൽ പ്ലെയിൻ എന്നും ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗത്ത് കാണുന്ന കോസ്റ്റൽ പ്ലെയിൻ നമ്മൾ ആന്ധ്രാ പ്ലെയിൻ എന്നും വിളിക്കും. പ്രധാനമായിട്ടും ഇവിടെ എന്താണ് കാണപ്പെടുന്നത്? 2 നദികളുടെ ഡെൽറ്റ അല്ലെങ്കിൽ 3 നദികളുടെ ഡെൽറ്റയാണ് കാണപ്പെടുന്നത്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്നതാണ്. ഇവിടെ കാണുന്ന തടാകങ്ങളെ പറ്റി നോക്കിയാൽ 2 ലേക്കുകളാണ് ഉള്ളത്. ഒന്ന് ഒഡീഷ സംസ്ഥാനത്ത് കാണുന്ന ചിൽക്ക ലേക്ക്, മറ്റൊന്ന് ആന്ധ്രാപ്രദേശിൽ കാണപ്പെടുന്ന കൊല്ലേരു ലേക്ക്. ഓക്കെ, ഏതൊക്കെയാണ്? ഒന്ന് ആന്ധ്രാപ്രദേശിൽ കാണുന്ന കൊല്ലേരു ലേക്കും ഒഡീഷയിൽ കാണുന്ന ചിൽക്ക ലേക്കുമാണ് ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട 2 തടാകങ്ങൾ. അതിൽ ചിൽക്ക ലേക്ക് എവിടെയാണ്? സൗത്ത് ഓഫ് മഹാനദി ഡെൽറ്റയിലാണ് കാണപ്പെടുന്നത്. വൺ ഓഫ് ദ ലാർജസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യയാണ്. കൊല്ലേരു ആണെങ്കിൽ എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ് കാണപ്പെടുന്നത്. രണ്ടും നോർത്തേൺ സിർക്കാർ കോസ്റ്റിൽ കാണപ്പെടുന്ന തടാകങ്ങളാണ്. പ്രധാനപ്പെട്ട പോർട്ടുകൾ 2 എണ്ണമാണുള്ളത്. ഒന്ന് വിശാഖപട്ടണവും മറ്റൊന്ന് മസൂലി പട്ടണവും. ഓക്കെ, ഇവിടെ സ്പെല്ലിംഗ് മച്ചീലി എന്നാണ്, ഇവിടുത്തെ നോക്കിയാൽ മതി. ഓക്കെ, മസൂലി പട്ടണവും വിശാഖപട്ടണവുമാണ് പ്രധാനപ്പെട്ട 2 പോർട്ട്. ഇത് 2 ഫിഷിംഗ് ഹാർബറുകൾ കൂടെയാണ്. ഈ വിശാഖപട്ടണത്ത് നമ്മുടെ ഈസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമൊക്കെയാണ് ഈ പറയുന്ന വിശാഖപട്ടണം പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ശ്രീകാക്കുളം, ഈസ്റ്റ് ഗോദാവരി, വെസ്റ്റ് ഗോദാവരി നെൽകൃഷിക്ക് ഫേമസ് ആണ്. വിശാഖപട്ടണവും മസൂലി പട്ടണവും ഫിഷിംഗ് ഹാർബറുകളാണ്. ഇതൊക്കെ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അത് വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കോറോമാൻഡൽ കോസ്റ്റിനെ പറ്റിയാണ്. അപ്പോൾ ഇവിടെയാണ് കൃഷ്ണ ഡെൽറ്റയ്ക്ക് താഴെ അല്ലെങ്കിൽ കൃഷ്ണ ഡെൽറ്റയുടെ ഭാഗത്തു നിന്നും ആരംഭിച്ച് കന്യാകുമാരി വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോറോമാൻഡൽ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. കോറോമാൻഡൽ കോസ്റ്റ് ഇവിടെ മുതൽ കൃഷ്ണ നദിയുടെ ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ. ഫെർട്ടൈൽ ആയിട്ടുള്ള അലൂവിയൽ സോയിൽ ഉള്ളത് കൊണ്ട് തന്നെ റൈസ് കൾട്ടിവേഷൻ ഫേമസ് ആണ് ഈ പറയുന്ന സ്ഥലങ്ങൾ. അപ്പോൾ കോറോമാൻഡൽ കോസ്റ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ. ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട ഒരു ലേക്കാണ് പുലിക്കട്ട് ലേക്ക്. ഓർത്ത് വെച്ചോളണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പുലിക്കട്ട് ലേക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ ഇന്ത്യയിലെ കുറച്ച് പുലികളായിട്ടുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇന്ത്യയുടെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ആയിട്ടുള്ള ശ്രീഹരിക്കോട്ട, സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്നൊക്കെ അറിയപ്പെടുന്ന ശ്രീഹരിക്കോട്ട ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് പുലിക്കട്ട് തടാകത്തിൻ്റെ തീരത്താണ്. ഇത് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ കോറോമാൻഡൽ കോസ്റ്റിൻ്റെ ഭാഗമായിട്ട് വരും. ഇതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. ഇവിടെ ഒരു 2 ബേർഡ് സാങ്ച്വറികൾ പ്രവർത്തിക്കുന്നുണ്ട്. പുലിക്കട്ട് ലേക്ക് ബേർഡ് സാങ്ച്വറിയും അതുപോലെ എന്താണ് പോയിന്റ് കാലിമീർ എന്ന ബേർഡ് സാങ്ച്വറിയും ഉണ്ട്. മാത്രമല്ല നമ്മൾ പല സിനിമകളിലും കാണപ്പെടുന്ന പിച്ചാവരം എന്ന മാംഗ്രൂവ് ഫോറസ്റ്റും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ പല സിനിമയിലും ഈ സ്ഥലം കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഒരു മലയാള സിനിമ ഞാൻ പറയാം. മോഹൻലാലിൻ്റെ ഒരു സിനിമയുണ്ട്. മോഹൻലാൽ ഒരു പട്ടാളക്കാരനായിട്ടുള്ളൊരു സിനിമയാണ്. കുറച്ച് പഴയ പടമാണ്. മാന്ത്രികം എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്. അതിൻ്റെ ക്ലൈമാക്സിലൊരു ഫൈറ്റ് ഉണ്ട്. ഇല്ല, നിങ്ങൾ തമിഴിലെ തുപ്പരിവാലൻ എന്ന് പറയുന്ന ഒരു വിശാലിൻ്റെ സിനിമയുണ്ട്. അതിനകത്ത് പിന്നെ ഒരുപാട് സിനിമകളുണ്ട്, എനിക്ക് ഓർമ്മ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിൻ്റെയൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ ഈ പറയുന്ന ഭാഗമാണ്. ഇത് ഒരു വലിയ മാംഗ്രൂവ് ഫോറസ്റ്റാണ്.
ഇടയിൽ കൂടി ബോട്ടിലൊക്കെ പോകുമ്പോൾ ഭയങ്കര രസമാണ്. അങ്ങനെയുള്ള പിച്ചാവരം മാംഗ്രൂവ് ഫോറസ്റ്റും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ കോറോമാൻഡൽ കോസ്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് നോക്കിക്കഴിഞ്ഞാൽ നാഗപട്ടണം, കൂടല്ലൂർ ഫിഷിംഗ് ഹാർബറുകളാണ്. അതുപോലെ മറീന ബീച്ച് ടൂറിസത്തിന് ഫേമസ് ആയ സെൻറ്ററുകളുമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ക്ലാസ് പഠിക്കുന്നത്. അപ്പോൾ നോർത്തേൺ സർക്കാർ എന്താണെന്നും മനസ്സിലായി കാണുമല്ലോ. നോർത്തേൺ സർക്കാർ റേഞ്ചസ് എവിടെ മുതൽ എവിടെ വരെയാണ്, ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ചിൽക്ക തടാകത്തിൻ്റെ ഒരു ഫോട്ടോ ആണ് ഇവിടെ കാണുന്നത് അല്ലേ, അത് മതി. ഇനി വരുന്ന കോറോമാൻഡൽ കോസ്റ്റ് ആണ്. ഈ എല്ലാ പോയിന്റുകളും നമ്മൾ PPT-യിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നത് ഐലൻഡുകളെ പറ്റിയാണ്. അതിപ്പോൾ ഇതിൻ്റെ കൂടെ പറഞ്ഞാൽ ശരിയാവത്തില്ല, അതുകൊണ്ട് എന്ത് ചെയ്യാം, മറ്റൊരു ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഐലൻഡുകളായിട്ടുള്ള ലക്ഷദ്വീപിനെ പറ്റിയിട്ടും അതുപോലെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ പറ്റിയിട്ട് അത് ഒരുമിച്ച് അങ്ങ് പഠിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അത് പഠിക്കാം. അത് അടുത്ത പാർട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ വരുന്ന കോസ്റ്റൽ ലാൻഡ് ഫോംസ് ആണ്. കോസ്റ്റൽ ലാൻഡ് ഫോംസിനെ പറ്റി അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പറിലോ ടെലഗ്രാം ചാനലിലോ അല്ലെങ്കിൽ കമൻ്റ് ആയിട്ടോ ചോദിച്ചാൽ മതി. നോട്ട് വേണമെന്നുള്ളൂ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അപ്പോൾ അതുവരെ ബൈ.